ചേച്ചി ഫോണിൽ എന്ത് ചെയ്യാ? എന്താ നിനക്കെന്താ വേണ്ടേ? ഫോണിൽ എന്ത് ചെയ്യുവാന്ന്? ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധോളിയനെ വിളിച്ചിട്ട് എന്തായി? എന്താവാൻ? വിളിച്ചോടനെ എല്ലാം അങ്ങ് ആവോ? അപ്പൊ നീ വിളിച്ചല്ലേ? വിളിച്ചിട്ട് എന്തായി? സിധു കൂടിയാ എന്നാച്ച്? നീ ആരെങ്കിലും വന്ന് ചോദിക്കാനുണ്ടാ? ഇതെന്തോന്ന് ഇത്? ഓരോരുത്തർ വന്നോന്ന് ഓരോന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. പറയടേ, എന്തായെന്ന് പറ. ചേട്ടാ, അമ്മമ്മേ, ചേച്ചി സിദ്ധോളിയനെ വിളിച്ചെന്ന്. ചേട്ടാ, അടുത്തത് പറയടേ, എന്തായി വിളിച്ചിട്ട്? എന്റെ പൊന്നമ്മായി, ഒന്നാമത് സിദ്ധുപാട് ഭയങ്കര തിരക്കിലാണ്. ഇപ്പൊ അവന്റെ പൊസിഷൻ അറിയാലോ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അവന് പ്രൊമോഷൻ കിട്ടും. പിന്നെ ഫുൾ തിരക്കായിരിക്കും അങ്ങട്. എന്തായി? അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്കറിയോ സിദ്ധുവിന്റെ കമ്പനിയുടെ ഓണറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കും വലിയ കമ്പനിയൊക്കെ ഉണ്ട്. അവിടെ നല്ല സാലറിയോടെ സിദ്ധുവിന് ജോബ് ഓഫർ ചെയ്തതാ, ഇവന്റെ ഈ ഹാർഡ് വർക്കിംഗ് ഒക്കെ കണ്ടിട്ട്. എന്നിട്ട് സിദ്ധു പോയില്ല. എന്നാ പിന്നെ ആ കൂട്ടുകാരന്റെ കമ്പനി അവനൊരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ. അതെങ്ങനെ ശരിയാവും? അത് സിദ്ധുവിന്റെ ഓണിന്റെ ഫ്രണ്ടിന്റെ കമ്പനിയല്ല, അത് ഭയങ്കര റിസ്ക് ആണ്. സിദ്ധുവിന്റെ കമ്പനി ആണെങ്കിൽ ഓക്കെ, ഇവൻ അവിടെ സേഫ് ആണ്. ഗൾഫിലെ കാര്യമൊക്കെ അമ്മായി അടുത്ത് ചോദിച്ചു നോക്ക്. സേഫ് ആണോ അമ്മായി വേറെ വല്ല കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്യണത്? ലച്ചു പറയണൊക്കെ ശരിയാണ്. എന്നാലും നീ ഇപ്പൊ സിദ്ധു വർക്ക് ചെയ്യണ കമ്പനിയിൽ ചോദിച്ചു നോക്ക്, എന്തെങ്കിലും വാക്കൻസി കാണുമെന്ന് ചോദിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ, സിദ്ധു ഭയങ്കര തിരക്കാന്ന്. പോരാത്തതിന് സിദ്ധുവിന്റെ അണ്ടറിൽ ഒരു 100-150 സ്റ്റാഫുകൾ ഉണ്ട്. അവരുടെയൊക്കെ കാര്യം സിദ്ധു ആണ് നോക്കണത്. അതിനിടയിൽ ഇവനും കൂടെ കയറി ചെന്നാ அக்கூட்டத்துல கேசுவோட காரியம் கூட பண்ண சொல்லு. கேசு, நீ வருத்தப்படாத. சித்து உன்னோட காரியம் எல்லாமே பண்ணி கொடுப்பான். എന്തറിഞ്ഞിട്ടാണ് പറയണത്? മിണ്ടായിരി അവിടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചേട്ടാ. ചേച്ചി ഇപ്പൊ സിദ്ധോളിനെ വിളിച്ചോ ഇല്ലയോ? ആ അത് തന്നെ, നീ അത് പറ. വിളിച്ചാ ഇല്ലേ? അയ്യോ, അത് പറയാൻ സമയമില്ലല്ലോ. ഭർത്താവിന്റെ മഹിമ വിളവി കഴിയണ്ടേ ആദ്യം. നിർത്ത് കേട്ടാ. അങ്ങനെ നിർത്താൻ പറ്റൂല. ചേച്ചി പറഞ്ഞിട്ടാ തോന്നും അവിടെ സിദ്ധുളിനാണ് ഗൾഫ് ഉണ്ടാക്കി വെച്ചത്. നല്ലല്ല. അത് നിന്റെ ആരാ? അത് നിന്റെ ആരാന്ന്? ചേച്ചി. ചേച്ചിയാണല്ലോ. ചേച്ചിയോട് തർക്കുത്തരം പറയരുത്, ബഹുമാനത്തോടെ സംസാരിക്കണം കേട്ടാ. ചേച്ചിയോട് തർക്കുത്തരം പറയുന്ന അമ്മൂമ്മ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. അമ്മൂമ്മേ, അവന് വേണ്ടി സോപ്പിടുന്ന പരിപാടി ആദ്യം നിർത്ത്. ലച്ചു മിണ്ടായിരി. ലച്ചു, എനിക്ക് കെട്ട കോമ വരുത്. സിദ്ധുവിന്റെ അടുത്ത് കേസുവിന്റെ കാര്യം പറഞ്ഞോ? തമിഴില് சொல்லிட்டு உனக்கு ஒன்னும் புரியல, அதனால தான் മലയാളത്തില് சொன்னேன். ആന്റി കൊള്ളാലോ. പിന്നെ ഇവന്റെ കാര്യം അതിനെ സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ സിദ്ധു എന്റെ അടുത്ത് ചൂടാവുന്നു. നീ എന്തിനാ ലച്ചു അവന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു? അവൻ ചെറുതല്ലേ, പഠിക്കട്ടെ എന്നൊക്കെ. പിന്നെ അവൻ സിദ്ധു ഇവിടെ വന്നിട്ട് ഇവന്റെ ജോലിക്കാരിയൊക്കെ നോക്കാന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കുറച്ച് സമയം എടുക്കും. ചേച്ചി എന്ത് പറഞ്ഞ? ഞാൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് ഇവന്റെ കാര്യം ഇത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ നീ അത് വിട്ടേക്ക്, നോക്കണ്ടാന്ന്. വിട്ടേക്ക് നോക്കണ്ട, ചീള് കേസാണല്ല, സിമ്പിൾ കേസ്. വിട്ടേക്ക് നോക്കണ്ട. അയ്യോ, ഭർത്താവിന് താല്പര്യമില്ല. ഭാര്യയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞപ്പോ മുതലേ ഭയങ്കര താല്പര്യമായിട്ട് കുഴപ്പമില്ല. മനസ്സിലായി? ഞാൻ ഗൾഫിൽ പോണ കാര്യം പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയാണ് ഈ ദേഷ്യം. നിനക്ക് എന്ത് മനസ്സിലായി? മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ ചേച്ചിയെ നമുക്കൊക്കെ മനസ്സിലാവണത്. എന്ത് മനസ്സിലായെന്ന് നീ പറയണേ? ചേച്ചിക്ക് മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവന്മാർ രക്ഷപ്പെടുന്നൊന്നും കണ്ടുകൂടാ. കണ്ണി പിടിക്കൂല, കണ്ണിക്കടി. അമ്മൂമ്മ മാറിയേ. ഞാൻ ഇവിടെ നിന്നാലേ ഇനി വല്ലതും പറയാം. നമ്മളെ രക്ഷപ്പെട്ടാലാണല്ലോ പിടിക്കാത്തത്. സ്വന്തമായിട്ടൊക്കെ രക്ഷപ്പെടാം. അവൻ എന്ത് വർത്താനം പറഞ്ഞിട്ട് അമ്മൂമ്മ പോയത്? അവൻ രക്ഷപ്പെടണം കണ്ടിട്ട് എനിക്ക് പിടിക്കണില്ലെന്ന്. പിടിക്കണില്ല, അത്ര തന്നെ. പിടിക്കണില്ല. ദൈവമേ, നീ എന്താണ് പറഞ്ഞിട്ട് പോയത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ അത് തന്നെ കേൾക്കത്തുള്ളൂ. ഓ, ഞാൻ വ്യക്തമായിട്ട് കേട്ട്. നീ ഒന്നും രക്ഷപ്പെടുന്നത് എനിക്ക് പിടിക്കുന്നില്ല എന്നല്ലേ? എന്ത്? അതല്ലേ സത്യം. ഞാൻ പറഞ്ഞത് എന്താണ് കുഴപ്പം? ആടാ, ശരിയാ. എന്നെ നീ ഇങ്ങനെ തന്നെയാണല്ലോ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നല്ലതാ. ചേച്ചി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ കുടുംബത്തിലും ഇതെല്ലാം സംഭവം. എവനെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിൽ കുടുംബക്കാരെ ഒന്നും ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പറ്റൂല. പല കാരണവും പറയും. പക്ഷെ പ്രധാന കാരണം ഇത് തന്നെ, ബേസിക് കാരണം. അനാവശ്യം പറഞ്ഞിട്ട് അടിച്ച് പറ്റിച്ചാളാ ഞാൻ നോക്കിക്കോ. ഓ, അടി അടി. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഉള്ള കാര്യം പറഞ്ഞ ദേഷ്യം വരും. അമ്മൂമ്മ എന്നും പറഞ്ഞോണ്ട് ഒരുത്തി ഇവിടെ നിൽക്കുമ്പോഴാണ് നിന്റെയൊക്കെ അഭ്യാസം. ഇല്ല, അമ്മൂമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ തന്നെ നിന്നോ? ഇവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലേ? എന്നിട്ട് തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. നിന്റെ പ്രവൃത്തി വർത്താനൊക്കെ കേട്ടാലേ അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. എന്തോ ലച്ചു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.